ഈ കാലത്ത് ഒരുപാട് പ്രചാരം നേടിയ ഒരു കാര്യമാണ് ട്രിപ്പ് പോവുക എന്നുള്ളത്. എല്ലാവരും ചോദിക്കുന്നവരെല്ലാവരും ട്രിപ്പ് പോക്കാണിപ്പോൾ. ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിരുന്ന ആൾക്കാർ ഇപ്പോൾ അങ്ങനെയല്ല. അല്ലാതെ സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഗ്രൂപ്പുകൾ, മാത്രമായിട്ടുള്ള ഗ്രൂപ്പുകൾ, പ്രായമായിട്ടുള്ള ഒരു കുറച്ച് നല്ലോണം 10-70 വയസ്സിനൊക്കെ മുകളിലുള്ള വയോജനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ട്രിപ്പുകൾ, അങ്ങനെ പല പല ട്രിപ്പുകളും കുട്ടികൾക്കും എൻജോയ് ചെയ്യാനും ഇനി അങ്ങനെ ഒരുപാട് ഭക്തി സംബന്ധമായിട്ടുള്ള ട്രിപ്പുകൾ, അങ്ങനെ ഒരുപാട് ട്രിപ്പുകളും ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ ടൂറിൻ്റെ ആൾക്കാർ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത്, വാഹനം, താമസ സൗകര്യം, ഭക്ഷണം, പിന്നെ ഇവരെ കൊണ്ടുവരുന്നവരുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഈ ടൂർ പാക്കേജിലുള്ളവർ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഈ പോകുന്നവർക്ക് പൈസ കൊടുത്താൽ മാത്രം മതി. കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ തന്നെ അവിടെ റൂം ബുക്ക് ചെയ്യണം, നമ്മൾ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അറേഞ്ച് ചെയ്യണം, നമ്മൾ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ സ്ത്രീകൾ മാത്രമാണ് പോകുന്നതെങ്കിൽ അവർക്ക് അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പ്രായ ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടി ഓടി നടക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടൂർ പാക്കേജുകൾ ഒരുപാട് ഇപ്പം എല്ലാ സ്ഥലത്തും ഒരുപാട് വാഹനങ്ങളും ആളുകളൊക്കെ ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ ഇത്ര രൂപ അടച്ചാൽ മതി, ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിൽ പോയ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ എല്ലാവരും ട്രിപ്പ് പോക്കാണ്. അവർ വേറെ കുറച്ച് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ പുണ്യസ്ഥലങ്ങളും, അയോധ്യ, കാശി, പിന്നെ അങ്ങനെ ഒരുപാട് പുണ്യസ്ഥലങ്ങൾ, കുറേ സ്ത്രീകൾ മാത്രം ഒരു ബസ്സിൽ കൊള്ളാവുന്ന 10-40 സ്ത്രീകൾ, ബസ്സിലല്ല, അവർ കോഴിക്കോട് ചെന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങളെല്ലാം കണ്ട് പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് അവനവൻ്റെ മനസ്സിന് സമാധാനമാകുന്ന വിധത്തിൽ എത്ര ദിവസത്തെ 7 ദിവസത്തെ പരിപാടി എന്ന് ചിലപ്പോൾ 10 ദിവസത്തെ പരിപാടി ആയിരിക്കും. അത്രയും ദിവസത്തെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഈ ആൾക്കാർ കൊണ്ടുപോകുന്ന ആൾക്കാർ ചെയ്യും. അപ്പോൾ ഇവർക്ക് അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി, ഒരു ബുദ്ധിമുട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ ആ തുക അവിടെ അടക്കുക, റൂം അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള യാത്രക്കൊക്കെയുള്ള വാഹനങ്ങൾ, കാറോ അല്ലെങ്കിൽ ബസ്സോ എന്താ വാഹനങ്ങൾ അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ പോവുക. എല്ലാ ട്രിപ്പും കഴിഞ്ഞ് ഈ ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ കൊണ്ട് അവർ ഇറക്കി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം ഈ മനോഹരമായ ഒരു അവധിക്കാലം ചിലവഴിച്ചിട്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച സന്തോഷത്തോടു കൂടി അവർക്ക് വീട്ടിലേക്ക് വരാം. അതുപോലെ ഇപ്പം കാശ്മീർ യാത്ര, ആൻഡമാൻ യാത്ര, പിന്നെ വേറെ അങ്ങനെ പല തായ്ലൻഡ് ഇപ്പോൾ എല്ലാ ആളുകളും പോകുന്നൊരു സ്ഥലമാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞത്. ഏതാളോട് വെച്ച് കഴിഞ്ഞാലും തായ്ലൻഡ് യാത്ര. അതുപോലെ ഇപ്പം പണ്ട് നമ്മൾ പോകുന്ന പോലെ ഊട്ടി കൊടൈക്കനാലൊന്നുമല്ല ഇന്നത്തെ കാലത്തെ യാത്ര. തായ്ലൻഡിൽ പോകുന്നവർ, പിന്നെ എന്താണ് മനില എന്ന് പറഞ്ഞ സ്ഥലത്ത്, സ്വിറ്റ്സർലാൻഡിൽ, അങ്ങനെ പല ഫോറിൻ കൺട്രികളിലും, പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്ന ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരും ഇന്നത്തെ കാലത്ത് ആളുകൾക്കെല്ലാം ട്രിപ്പ് പോലും, പിന്നെ കാഴ്ചകൾ കാണൽ, നമ്മളുടെ അവധിക്കാലം ചിലവഴിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. പണ്ടാരും അങ്ങനെ കാര്യമായിട്ട് എവിടെയും പോവില്ലയോ. അത്യാവശ്യം വല്ല കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലോ മാത്രമാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വല്ലപ്പോഴും സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും ഒരു എക്സ്കർഷൻ എന്നുള്ള പേരിൽ ബാംഗ്ലൂർ ഊട്ടിന്നോ അല്ലെങ്കിൽ മൈസൂരാണെന്ന് എല്ലാ സ്ഥലങ്ങളും ഞങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവരുന്നത് എപ്പോഴും മൈസൂർ ഊട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസത്തെ ഒരു പരിപാടി കൊണ്ടുവരും. വീട്ടുകാരെല്ലാവരും കൂടി പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ പോയി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണങ്ങളുണ്ടെങ്കിൽ അതിന് പോയി വരാം. മാക്സിമം വന്നാൽ ആ അടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും, എന്നാലും അങ്ങനെ ടൂറായിട്ടൊന്നും പോകില്ല. പോകുന്ന സമയത്ത് ബന്ധുവീട്ടിലായിട്ടും പോകുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടു വന്നാൽ ആയി എന്നല്ലാതെ ഇങ്ങനെ ഇന്നത്തെ പോലെ ടൂർ പരിപാടികളൊന്നും പണ്ട് പ്രചാരത്തിലില്ലായിരുന്നു. പക്ഷെ ഇന്ന് ടൂറില്ലാത്ത പരിപാടികളെല്ലാവരും. ഇപ്പം നമ്മൾ ഗെറ്റ് ടുഗദർ വെച്ചു, ഫ്രണ്ട്സും ആയിട്ട് എല്ലാവരും കണ്ടുമുട്ടി ഒരു ദിവസം ചിലവഴിച്ചപ്പോഴും എല്ലാവരും പറയുന്നത് വെച്ചാൽ നമുക്കൊരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ നമ്മളെല്ലാവരും ആലോചിച്ച് 1 ഡേ ടൂറിന് വേണ്ടി ഒരു ദിവസം കണ്ടെത്തി. ഒരുപാട് ദൂരം വേണ്ട, രാവിലെ ഒരു 8 മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വിധത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവുക, എല്ലാവരും കൂടി ചിരിക്കുക, കളിക്കുക, എൻജോയ് ചെയ്യുക, ഗെയിമുകളൊക്കെ കളിക്കുക. അതുപോലെ ബോട്ട് യാത്ര. ഇന്നിപ്പോൾ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ഒരു വലിയ ബോട്ട് ബുക്ക് ചെയ്യുക, അതിൽ 10-40 ആൾക്കാരെ കൊണ്ടുപോവുക, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വൈകുന്നേരത്തെ ചായ, ആ കാര്യങ്ങൾ ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. ആ ബോട്ടിൽ തന്നെ കളികളും ചിരികളും ഗെയിംസുകളും പാട്ടും അന്താക്ഷരിയും, അതിൽ തന്നെ നല്ല മ്യൂസിക് സിസ്റ്റമൊക്കെ ഉണ്ടാവും. അങ്ങനെ
ഫുൾ ഒരു എത്രയോ മണിക്കൂറിൽ രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണി വരെ ആ ഒരു പുഴയിൽ കൂടി തന്നെ നമ്മൾ ഒഴുകി നടക്കും. അപ്പം പുറത്തുനിന്നുള്ള നല്ല കാറ്റും ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചൂടോ കാര്യങ്ങളോ ഉണ്ടാവില്ല, കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഈ ബോട്ടിലിരുന്ന് എല്ലാവർക്കും മാക്സിമം എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി എന്ന് പറയാം, ഞങ്ങൾ കുട്ടി എന്ന് പറയും, ആ സ്ത്രീ ഇപ്പം ഇത്ര വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ഫാമിലി അല്ലാതെ എല്ലാം കൂടി ട്രിപ്പ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ റെസിഡൻസ് അസോസിയേഷനായിട്ടാണ് പോയിരിക്കുന്നത്, അവരുടെ അടുത്ത വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ. പക്ഷേ കുട്ടികളെയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ വലിയ ആൾക്കാരാണ് പോകുന്നത്, ഭാര്യയും ഭർത്താവും മാത്രം, ഈ സീനിയർ സിറ്റിസൺസ് ആണ് പോകുന്നത്. അപ്പം എല്ലാ വീടുകളിൽ നിന്നൊക്കെ ഭാര്യയും ഭർത്താവ് മാത്രമോ അല്ലെങ്കിൽ ഇനി ഭർത്താവുമാരില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മാത്രമാണെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ 10-60 വയസ്സിന് ശേഷമുള്ള അവരെല്ലാവരും കൂടി ഒരു ട്രിപ്പ്. അപ്പോൾ അവർ ട്രിപ്പ് പോയി എല്ലാ സ്ഥലത്തും പോകുമ്പം ഈ പ്രായ ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് യങ്സ്റ്റേഴ്സും അതിൻ്റെ കൂട്ടത്തിൽ പോയി അവരെല്ലാ സ്ഥലങ്ങളിലും പോവുകയും കാഴ്ചകൾ കാണുകയും മനസ്സിന് ശാന്തത കിട്ടുകയും ഒക്കെ ചെയ്ത് ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് തിരിച്ചു വരിക. വീട്ടിൽ വന്ന് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പം നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാകും. ആ ഫോട്ടോസൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് കുറേ ഓർമ്മകളാണ്. ആ ഫോട്ടോ ഒക്കെ നമ്മൾ ലാപ്ടോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം വീട്ടിൽ ചിലവഴിച്ച് 6 മാസങ്ങൾക്ക് ശേഷം, ചിലർ ഉടനെ തന്നെ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം വീണ്ടും ഒരു യാത്ര. അപ്പം അങ്ങനെ യാത്രകൾ ചെയ്ത് നമ്മളുടെ ജീവിതം മനോഹരമാക്കണം എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ കാലത്തെ ആളുകളുടെ ഇടയിലുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, വെറുതെ നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. ഈ കറങ്ങലും എൻജോയ്മെൻറ്റും ഒന്നും അന്നത്തെ ലൈഫിലുണ്ടായിരുന്നില്ല. പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുക, സ്വർണ്ണം എന്തെങ്കിലും സാധനം വാങ്ങി വെക്കുക, സ്ഥലം വാങ്ങി വെക്കുക, വലിയൊരു വീടുണ്ടാക്കുക, മക്കളെ കല്യാണം ഭംഗിയായിട്ട് കഴിക്കുക, മക്കളെ പഠിപ്പിക്കുക, കഴിഞ്ഞ് തീർന്നു. ഇതായിരുന്നു നമ്മൾ ലൈഫ് തന്നെയാണ്. നമ്മളെപ്പോഴും വീട്ടിൽ ഈ ഭാര്യയും ഭർത്താവ് പുറത്ത് പോയി ജോലി ചെയ്ത് നമ്മളെ ജീവിതം ഈ ജോലിയിൽ തന്നെ തീർക്കും. ഭാര്യയാണെങ്കിൽ അടുക്കളപ്പണി ചെയ്ത് അവരുടെ ലൈഫ് അങ്ങനെ തന്നെ തീർക്കും. അല്ലാതെ അവർ പുറത്തൊന്ന് പോവോ, ഒരു കാഴ്ച കാണോ, ഒരു നല്ല ഭക്ഷണം കഴിക്കോ, ഒരു കറങ്ങാൻ പോക്കോ ഒന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സ്ഥിതി എല്ലാം മാറി. എല്ലാവരും എത്ര കുഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ട്രിപ്പ് പോകാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതിനേക്കാൾ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാരി മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, 50-60 വയസ്സുള്ള സ്ത്രീകളെ കാര്യം ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു ചുരിദാർ മാത്രം ഇട്ടിരുന്ന സ്ത്രീകൾ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് നല്ല ജീൻസും നല്ല ഷോർട്ട് ടോപ്പും മുടിയൊക്കെ ഭയങ്കര ഫാഷനാക്കി അവരൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവർക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആ ഏരിയയിലാണ് അവർക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കാര്യം എന്താണ്? അപ്പുറത്തെ വീട്ടിലവർ കാണുമ്പോൾ അയ്യോ ഇവർ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇത്രയും ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു മോശമാവുമെന്ന് വിചാരിച്ച് ഈ നാട് വിടുമ്പോൾ, ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ, കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അവർ ഈ പറഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സുകൾ ധരിക്കണമെന്നും ഇത്രയും മോഡേണായിട്ടും ഇത്രയും ഫാഷനബിളായിട്ടൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഇവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ അവർ ഇടുന്നത്. അല്ലെങ്കിൽ അവർക്ക് അവിടെ പോകുന്ന സമയത്ത് ചുരിദാർ സാരി തന്നെ എടുത്താൽ പോരെ. അതല്ലാണ്ട് അവർ ജീൻസും ഇങ്ങനെയുള്ള പല പല മോഡേൺ ഡ്രസ്സുകൾ, ചിലർ ഫ്രോക്ക് പോലെയോ അല്ലെങ്കിൽ ചെറിയ മിഡി പോലത്തെയോ ഒക്കെ ഇട്ടിട്ട് യാത്രകൾ പോകുന്നത് അവർ കംഫർട്ടബിളാണ് ആ ഡ്രസ്സിൽ എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. ആരെയോ പേടിച്ചിട്ട്, ആരെയോ ഭയന്നിട്ട് അവർ അതിടാതെ ഈ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോകും. പക്ഷേ ഇപ്പം ഇങ്ങനെ ടൂറ് പോകാനുള്ള സൗകര്യം കിട്ടുന്ന സമയത്തെങ്കിലും അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ല ഡ്രസ്സുകൾ ഇട്ടിട്ടും പിന്നെ കുറേ നമ്മളൊരിക്കലും കാണാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന പല സ്ഥലങ്ങളിലും പോകാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മളെ ലൈഫിലെ ഒരു വലിയ കാര്യങ്ങളാണ്. അത് ഈ അടുത്ത കാലത്ത് നമ്മളെ ലൈഫിൽ നമ്മളെ നാട്ടിൽ വന്നു, നമ്മളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ തന്നെ പറയാം വന്നിട്ടുള്ള വലിയൊരു വ്യത്യാസമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ട്രെയിനിൽ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ട്രെയിനിൽ ഒരുപാട് ഗുജറാത്തികളും അവരൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഫാമിലി ആയിട്ട് തന്നെ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റ് ട്രെയിനിൽ അവർ 3-4 പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ 50 ആളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, പല പല ബോഗികളിലാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്, അവരൊക്കെ പല ബോഗികളിലുണ്ട്, ഞങ്ങൾ 4 പേര് ഈ സീറ്റിൽ, വേറെ സീറ്റിലും അവരുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി കേരളം കറങ്ങാൻ വേണ്ടി പോവുകയാണ്. മൂന്നാർ, വയനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടി എവിടെ ഗുജറാത്തിൽ നിന്നുള്ള സ്ത്രീകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ
എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വയനാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര അത്ഭുതത്തോട് പറഞ്ഞു വയനാട്ടിലേക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്, എങ്ങനെയാണ് സ്ഥലം എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചു. വയനാട് ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ്. അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്, മനോഹരമായ സ്ഥലം. പക്ഷേ വയനാട്ടിൽ എല്ലാ സ്ഥലവും ഞങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ നാണക്കേടോടുകൂടി അവരോട് പറയാതിരുന്നു. ഞങ്ങൾ വളരെ മനോഹരമായ സ്ഥലമാണ് വയനാട് എന്ന് അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഒരുപാട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, അപ്പോൾ അതിലൊക്കെ അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ മൂന്നാർ, വാഗമൺ, അങ്ങനെ ആലപ്പുഴ ബോട്ട് ഹൗസ് ബോട്ടിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി അങ്ങനെ പല പല സ്ഥലങ്ങൾ അവർ പറഞ്ഞു. അവർ 10-15 ദിവസത്തെ ഒരു പരിപാടിക്ക് വന്നതാണ്. എല്ലാ സ്ഥലങ്ങളും കറങ്ങി എൻജോയ് ചെയ്ത് തിരിച്ച് അവരുടെ ഗുജറാത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ഒരു ആൾക്കാരാണ്. അത് കേട്ടപ്പോൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിലെ അതിലത്തെ തന്നെ കൊച്ചു വയനാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇന്ത്യയുടെ ഏതോ ഭാഗത്ത് കിടക്കുന്ന ആളുകൾ ട്രിപ്പിന് വേണ്ടി നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥലം എത്ര മനോഹരമായാണ്. പക്ഷെ നമ്മളൊരിക്കലും നമ്മളുടെ വയനാട് തന്നെ ഫുള്ള് നമ്മൾ കണ്ടു തീർത്തിട്ടില്ല എന്നുള്ളത് ഒരു വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സ്ഥലം നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാം കണ്ടിരിക്കേണ്ട ആണല്ലോ. ഓരോ പ്രാവശ്യവും നാട്ടിൽ ചെല്ലുമ്പോൾ വിചാരിക്കും ഇപ്രാവശ്യം വയനാട് ഫുള്ളായിട്ടൊന്ന് കാണണമെന്നായിരിക്കും. പിന്നെ എല്ലാ പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് തിരക്കാണ്. നമ്മൾ ഒരാഴ്ചത്തെ പ്ലാൻ ചെയ്ത് പോവും, ചെന്ന് അവിടെ പല പല കാര്യങ്ങളിൽ ഇടപെട്ട് ആരെങ്കിലുമൊക്കെ കാണലും കഴിയുമ്പോൾ അയ്യോ സമയമില്ലെന്ന് പറഞ്ഞാൽ അവസാനം ഓടിപ്പറിച്ച് വരും. അപ്പോൾ നമ്മളെന്ത് പറയും, അവസാനം എക്സ്ക്യൂസായിട്ട് പറയുന്നത് നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം നമുക്ക് സമയത്തോടെ വരണം, വയനാട് കറങ്ങണം, നമുക്ക് കാഴ്ചകൾ കാണണം എന്നുള്ളത്. അടുത്ത പ്രാവശ്യം അതിലും കഷ്ടമായിരിക്കും. അങ്ങനെ പല പല പ്രാവശ്യങ്ങളായിട്ട് നമുക്ക് ഈ ഒരു എക്സ്ക്യൂസ് തന്നെയാണ് നമുക്ക് വയനാട് കാണാൻ വേണ്ടി നമ്മൾ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും നമുക്ക് സമയത്തോടെ വരണം, വയനാടിൻ്റെ എല്ലാ മുക്കും മൂലയും നമുക്ക് കാണണം. മനോഹരമായ പല പല കാഴ്ചകളും നമ്മൾ ഗൂഗിളിൽ നിന്നാണ് കാണുന്നത്, വയനാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ സ്വന്തം വയനാട്ടിൽ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം നമ്മൾ സമയത്തോടെ വന്ന് എല്ലാ കാഴ്ചകളും കാണും. ഈ ടൂർ പരിപാടി ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം ആർജിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാ ആളുകളും ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെ.